നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡീസ് അവർ ആരംഭിക്കുന്നു. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ തടയാൻ കഴിയുന്ന ഏക ശക്തി US ആണെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. റിയാദിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിലായിരുന്നു പ്രതികരണം. ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ റിയാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിയാദ് എഡിഷന് സമാന്തരമായാണ് ഗസ വിഷയത്തിൽ സൗദി യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിനായി പങ്കെടുക്കാനെത്തിയ ഫലസ്തീൻ പ്രസിഡന്റ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് കുറ്റപ്പെടുത്തിയത് US-നെയാണ്. US-ന് മാത്രമേ ഇസ്രായേലിനെ തടയാനാകൂ. റഫ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിനിടയിൽ UN ഉൾപ്പെടെയുള്ള വേദികളും ഇസ്രായേലിനെ തടയണം. لابد في النهاية من حل سياسي يجمع قطاع غزة والضفة الغربية والقدس في دولة فلسطينية مستقلة من خلال مؤتمر دولي، من خلال نشاط دولي. هذا ما طالبنا به منذ 7 أكتوبر حتى يومنا. ഇസ്രായേലിനെ അംഗീകരിച്ചവർ ഫലസ്തീനെയും അംഗീകരിക്കണം. ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ സമാധാനം സാധ്യമല്ല. ومنذ أن وقع هذا الاحتلال أكدنا على أننا كسلطة فلسطينية ومنظمة التحرير الفلسطينية نرفض رفضا قاطعا الاعتداء على المدنيين أيا كانت توجهاتهم وأيا كانت انتماءاتهم. ഗസയിലെ ആക്രമണം ലോക സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന് സൗദി ധനകാര്യമന്ത്രിയും ചൂണ്ടിക്കാട്ടി. To me, geopolitical risks are possibly the number one risks. If you look at the global economy at large, because it's not only the geopolitical in its own. The geopolitical tensions brings with it things that are directly impacting the economies. ഫലസ്തീൻ പ്രസിഡന്റിന് പുറമെ ഖത്തർ, UAE, ജോർദാൻ, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാരും യോഗത്തിലുണ്ട്. നാളെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റിയാദിലെത്തും. സൗദി കിരീടാവകാശിയുമായി ഗസ വിഷയത്തിൽ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം. 6 രാഷ്ട്രങ്ങളെ പങ്കെടുപ്പിച്ച് സൗദി വിദേശകാര്യമന്ത്രി വിളിച്ച യോഗം ഇന്നലെ രാത്രി നടത്തിയിരുന്നു. ഇന്ന് രാത്രിയും ചർച്ച തുടരും. ഗസയിലെ റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങാനിരിക്കുകയാണ് റിയാദിൽ വേൾഡ് എക്കണോമിക് ഫോറം സമ്മേളനം നടക്കുന്നത്. ഫോറത്തിന് സമാന്തരമായി ഗസ സമാധാന ചർച്ചകളും സജീവമാണ്. ഗസ വിഷയത്തിൽ മാരത്തൺ ചർച്ചകളാകും ഇന്നും നാളെയുമായി റിയാദിൽ നടക്കുക. ഗസ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രതിനിധികൾ ഇതിനായി റിയാദിലെത്തിയിട്ടുണ്ട്. റിയാദിൽ നിന്നും അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. ഗസയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ലോക സാമ്പത്തിക രംഗം ഭദ്രമായിരിക്കില്ലെന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രത്യേക യോഗം. US സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള യോഗത്തിൽ ഗസ വിഷയത്തിൽ പ്രായോഗിക നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെടുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി മുഴുവൻ രാജ്യങ്ങളും അവസാനിപ്പിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. ആഗോള സഹകരണം, വളർച്ച, ഊർജം എന്നീ വിഷയങ്ങളിലൂന്നിയാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രത്യേക യോഗം റിയാദിൽ ചേരുന്നത്. ഗസ, യുക്രൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക രംഗത്ത് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ആദ്യ ദിനം ചർച്ചയായത്. ലോകവിപണിയിലെ പ്രതിസന്ധി, പുതിയ സാങ്കേതിക വിദ്യകളിലെ മാറ്റം, പുത്തൻ മാറ്റങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾക്ക് ലഭിക്കാത്തത് സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധി എന്നിവ ആദ്യ ദിനം ചർച്ചയായി. ഗസ വിഷയം പ്രത്യേകമായി സൗദി അറേബ്യ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്യും. വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. Situation in Gaza obviously is a catastrophe by every measure, humanitarian, but also a complete failing of the existing political system to deal with that crisis. Is that a reflection of what you mentioned, that we are in transition, or is it a reflection that the existing bodies of international governance are inadequate? ഗസ വിഷയത്തിൽ ചർച്ചകളല്ല, പരിഹാരമാണ് വേണ്ടതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുമെന്ന് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വിഷയങ്ങളും ഫോറത്തിൽ ചർച്ചയായി. 2032 ആവുന്നതോടെ സൗദി ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ടൂറിസം വൻ വളർച്ച നേടുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബും പറഞ്ഞു. Number of travelers or international arrivals to double by 2032. The potential is massive, I think, and mainly the growth will come from the east. The expanding middle segment in India and China will definitely fuel this growth. When we talk about just 10% moving to the middle segment in these two countries, we're talking about 50 to 100 million people. It's a very serious
market. I think, China, India, and definitely the East will, the West will continue to the market. 12 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും GCC മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ യൂറോപ്യൻ യൂണിയൻ, IMF പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദി ആതിഥേയത്വം വഹിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി കുവൈത്ത് അമീറും ഔദ്യോഗിക പ്രതിനിധി സംഘവും സൗദി അറേബ്യയിലെത്തി. റിയാദ് റീജിയൻ ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ് അൽ സൗദ്, GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി, സൗദി അറേബ്യയിലെ കുവൈത്ത് അംബാസിഡർ എന്നിവർ അമീറിനെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ധനകാര്യമന്ത്രി അൻവർ അലി അൽ മുദാഫ്, വിദേശകാര്യമന്ത്രി അലി അൽ യഹ്യ, അമീരി ദിവാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെയുള്ള പ്രതിനിധി സംഘം അമീറിനെ അനുഗമിക്കുന്നുണ്ട്. സൗദിയിലെ ത്വായിഫിൽ കനത്ത മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 2 പേർ മരിച്ചു. ബീഷയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 4 പേരെ സൗദി പൗരൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സാഹസികമായി രക്ഷപ്പെടുത്തി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴയും കാറ്റും ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ മഴയും പൊടിക്കാറ്റും ആലിപ്പഴ വർഷവും ശക്തമാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ. പല സ്ഥലങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലായി. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വാഹനങ്ങളും ആളുകളും ഒലിച്ചുപോയതായും റിപ്പോർട്ടുകളുണ്ട്. തായിഫിൽ 2 സൗദി പൗരന്മാരും 2 സുഡാനികളും സഞ്ചരിച്ച കാർ ബനി മാലിക്കിലെ വാദി അർദയിലുണ്ടായ മലവെള്ളപ്പാച്ചിൽപ്പെട്ട് ഒലിച്ചുപോയി. ഇതിൽ ഒരു സ്വദേശി യുവാവിനെയും ഒരു സുഡാനിയെയും ആളുകൾ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരു സൗദി പൗരന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തി. കാണാതായ മറ്റൊരു സുഡാനിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. 1 വർഷം മുമ്പ് ത്വായിഫിലുണ്ടായ പ്രളയത്തിൽപ്പെട്ട് കാറിൽ കുടുങ്ങിയ കുടുംബത്തെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ 31-കാരനാണ് മരിച്ച സൗദി യുവാവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അസീർ പ്രവിശ്യയിലും ശക്തമായ മഴയിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ബീഷയിൽ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ കുടുങ്ങിയ 4 പേരെ സൗദി യുവാവ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിസാഹസികമായി രക്ഷപ്പെടുത്തി. ബീഷയിലെ ജുവാബ താഴ്വരയിലൂടെ ഒരു കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് സംഭവം. പരന്നൊഴുകിയ വെള്ളത്തിൽ കാർ കുടുങ്ങിയതോടെ 4 പേരും കാറിന്റെ മുകളിൽ കയറി സഹായം തേടുകയായിരുന്നു. ഇതിനിടെയാണ് ഒരു സൗദി യുവാവ് മണ്ണുമാന്തി യന്ത്രവുമായി രക്ഷക്കെത്തുന്നത്. വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിനെ വകവെക്കാതെ അതിസാഹസികമായി 4 പേരെയും യുവാവ് മണ്ണുമാന്തി യന്ത്രത്തിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ കാർ വെള്ളത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു. ഐദ് ബിൻ ദഗാഷ് അൽ അഖ്ലാബി എന്ന സ്വദേശിയാണ് 2 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിനിടയിലൂടെ മണ്ണുമാന്തി യന്ത്രവുമായി രക്ഷക്കെത്തിയത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 15 മുതൽ 45 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാം. ഇത് പൊടിപടലങ്ങൾ ഇളക്കിവിടുകയും ദൃശ്യപരിധി കുറയ്ക്കുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ രാത്രിയിലെ കാലാവസ്ഥ മിതമായതും ഈർപ്പമുള്ളതുമായിരിക്കും. രാജ്യത്തെ പരമാവധി താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കുവൈത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. സബാഹ് അൽ അഹമ്മദ് പ്രദേശത്തെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലുണ്ടായ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് കുവൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് അറിയിച്ചു. ഭൂവിധാനത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലുണ്ടായ ഭൂചലനം 3.0 തീവ്രത രേഖപ്പെടുത്തി. ലോകത്തെ ഏറ്റവും തിരക്കേറിയ യാത്രാ കേന്ദ്രമായി മാറിയ ദുബായിൽ വൻ വിമാനത്താവള വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കുന്ന രൂപരേഖയ്ക്ക് അനുമതിയായി. ഭാവിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കടന്നുപോകുന്ന ടെർമിനലായി ഇത് മാറും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ ടെർമിനലിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയത്. 128 ശതകോടി ദിർഹം ചെലവിട്ടാണ് അൽ മക്തൂമിൽ വൻ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കാനൊരുങ്ങുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിമാനത്താവള ടെർമിനലായി ഇത് മാറുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് എക്സ് അക്കൗണ്ടിലൂടെ വെളിപ്പെടുത്തി. ടെർമിനലിന് 26 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയുണ്ട്. 400 വിമാനത്താവള ഗേറ്റുകളും 5 സമാന്തര റൺവേകളും ഉൾക്കൊള്ളുന്ന വിമാനത്താവളം 70 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് നിർമ്മിക്കുന്നത്.
ദുബൈ ഏവിയേഷൻ കോർപ്പറേഷന്റെ പദ്ധതികളുടെ ഭാഗമായി ടെർമിനൽ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നിലവിലെ വിമാനത്താവളത്തിന്റെ 5 മടങ്ങ് കപ്പാസിറ്റി ഇതിനുണ്ടാകും. വ്യോമയാന മേഖലയിൽ മുമ്പൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത നൂതന സംവിധാനങ്ങളാണ് വിമാനത്താവളത്തിനായി പ്രയോജനപ്പെടുത്തുക. മീഡിയ 1 ദുബൈ. ദുബായ് നഗരഹൃദയത്തിലെ നിലവിലുള്ള വിമാനത്താവളം ഭാവിയിൽ ഓർമ്മയായി മാറും. പുതിയ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന ആദ്യഘട്ടത്തിലൂടെ 1.5 കോടി യാത്രക്കാരെ ഓരോ വർഷവും ഉൾക്കൊള്ളാൻ പുതിയ വിമാനത്താവളത്തിന് സാധിക്കും. അതോടൊപ്പം വർഷത്തിൽ 1.2 കോടി ടൺ കാർഗോ കൈകാര്യം ചെയ്യാനും ഇതിന് പ്രാപ്തി ലഭിക്കും. വിമാനത്താവളത്തെ മെട്രോ, ബസ്, സിറ്റി വ്യോമഗതാഗത സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കും. വിമാനത്താവളത്തിന് ചുറ്റും ഒരു വലിയ നഗരം തന്നെ നിർമ്മിക്കുന്നതോടെ 10 ലക്ഷം പേർക്ക് ദുബൈ സൗത്തിൽ വീട് ആവശ്യമായി വരുമെന്നും ലോകത്തെ പ്രധാന ലോജിസ്റ്റിക് ഗതാഗത മേഖലാ കമ്പനികളുടെ കേന്ദ്രമായി ഇവിടം മാറുമെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. പുതിയ പദ്ധതി ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ദുബൈ ലോകത്തിന്റെ വിമാനത്താവളവും തുറമുഖവും നഗരകേന്ദ്രവും പുതിയ ആഗോള കേന്ദ്രമായും മാറുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ദുബൈയിലെ വ്യോമയാന മേഖല അടുത്ത 40 വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വളർച്ചയ്ക്ക് കളമൊരുക്കുന്നതായിരിക്കും പുതിയ വിമാനത്താവളമെന്ന് ദുബൈ വ്യോമയാന സിറ്റി കോർപ്പറേഷന്റെയും ദുബൈ വ്യോമയാന അതോറിറ്റിയുടെയും ചെയർമാനായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം പറഞ്ഞു. ദുബൈ ആസ്ഥാനമായ എമിറേറ്റ്സ്, ഫ്ലൈ ദുബൈ എന്നിവയുടെയും ദുബൈയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന മറ്റു വിമാന കമ്പനികളുടെയും ഭാവി കേന്ദ്രം കൂടിയായിരിക്കും പുതിയ വിമാനത്താവളമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദുബൈ. സൗദിക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള പ്രതിദിന വിമാന സർവീസ് ആരംഭിക്കുന്നു. മെയ് 6 മുതൽ ആരംഭിക്കുന്ന സർവീസ് തുടക്കത്തിൽ ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാകുക. സൗദി അറേബ്യ ആഗോള ലോജിസ്റ്റിക്സ് പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പുതിയ സർവീസ്. സൗദിക്കും ചൈനയ്ക്കുമിടയിൽ പ്രതിദിന വിമാന സർവീസിന് തുടക്കം കുറിക്കുന്നതായി സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു. മെയ് 6 മുതൽ സർവീസിന് തുടക്കമാകും. ആഴ്ചയിൽ 3 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. ജൂലൈ 2 മുതൽ സർവീസുകളുടെ എണ്ണം 7 ഉയർത്തും. ബെയ്ജിംഗിൽ നിന്നും റിയാദിലേക്ക് നേരിട്ടാണ് സർവീസ്. ചൈന എയർലൈൻസ് ആണ് സർവീസ് ആരംഭിക്കുന്നത്. സൗദി അറേബ്യയെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുന്നതിൽ സർവീസ് മുഖ്യ പങ്കുവഹിക്കുമെന്ന് ഗാക്ക വ്യക്തമാക്കി. സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും രാജ്യത്തെ എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വ്യോമഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിനുമുള്ള ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി കൂടിയാണ് സർവീസ്. സർവീസ് വ്യവസായികൾക്കും നിക്ഷേപകർക്കും ഏറെ പ്രയോജനപ്രദമാകും. ഒപ്പം ടൂറിസം മേഖലയിൽ സൗദി ലക്ഷ്യമിടുന്ന നേട്ടങ്ങൾ എളുപ്പം പൂർത്തീകരിക്കുന്നതിനും സർവീസ് ഗുണകരമാകും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമ്മാം. ദുബായ് നഗരത്തിലെ 6 സ്ട്രീറ്റുകളിൽ കൂടി ബസ്സിനും ടാക്സിക്കും സഞ്ചരിക്കാൻ പ്രത്യേക പാത നിർമ്മിക്കും. ആകെ 13.1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാത വഴി ചില റൂട്ടുകളിൽ ബസ് യാത്രാ സമയം 59% വരെ കുറയും. ദുബായ് RTA ആണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. ഷെയ്ഖ് സബാഗ്, അൽ അഹമ്മദ്, അൽ ജാബിർ, അൽ സബാഗ്, 2 ഡിസംബർ, അൽ സത്വ, അൽ നഹ്ദ, ഉമർ ബിൻ ഖത്താബ്, നായിഫ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക ലൈനുകൾ നിർമ്മിക്കുക. 2025-27 കാലത്തിനിടയിൽ പൂർത്തീകരിക്കുന്ന പദ്ധതിയോടെ ഇത്തരം പാതകളുടെ നീളം നഗരത്തിൽ 20.1 കിലോമീറ്റർ ആകും. ആഗോളതലത്തിൽ നിലവിലുള്ള രീതിയനുസരിച്ചാണ് പ്രത്യേക ലൈനുകൾ നിർമ്മിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളെക്കാൾ കൂടുതലായി പൊതുഗതാഗതം ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ബസിനും ടാക്സിക്കുമുള്ള പ്രത്യേക പാതയെന്ന് RTA ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു. പദ്ധതി തിരക്കേറിയ സമയങ്ങളിൽ 24 മുതൽ 59% വരെ ബസ് യാത്രാ സമയം കുറയ്ക്കും. ചില റോഡുകളിൽ പൊതുഗതാഗത ഉപയോഗം 30% വരെ വർദ്ധിപ്പിക്കുകയും ആ റൂട്ടുകളിൽ സർവീസ് നടത്താൻ ആവശ്യമായ ബസ്സുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. മീഡിയ 1 ദുബൈ. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് സാലിം അസബാഹ് UAE വിദേശകാര്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയതായിരുന്നു UAE സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് സയൂദിയ. ബയാൻ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ UAE പ്രതിനിധി സംഘവും കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ഉഭയകക്ഷി ബന്ധങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണത്തെ കുവൈത്ത് അപലപിച്ചു. എല്ലാതരം ഭീകരതയെയും കുവൈത്ത് നിരസിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. സുരക്ഷയും
സ്ഥിരതയും സംരക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇറാഖ് സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്ത കുവൈത്ത് മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ഫീൽഡ് പരിശോധനയിലാണ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയത്. പൊതുസ്ഥലങ്ങളിൽ കാർ പാർക്കിങ്ങിനായി ഉപയോഗിച്ച 85 അനധികൃത ഷെഡുകൾ പൊളിച്ചു നീക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പരിക്കേറ്റ ആയിരങ്ങൾക്ക് സാന്ത്വനമായി UAEയുടെ ഫീൽഡ് ആശുപത്രി. അടിയന്തര ചികിത്സകൾക്കൊപ്പം ഭിന്നശേഷിക്കാർക്ക് കൃത്രിമ കൈകാലുകൾ കൂടി ഘടിപ്പിച്ചു നൽകുന്ന ദൌത്യവും ഇവിടെ നടക്കുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഫീൽഡ് ആശുപത്രിയുടെ പ്രവർത്തനം. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ഗസയിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്ക് കണക്കില്ല. 200 ദിവസങ്ങളിലധികമായി തുടരുന്ന ഇസ്രായേൽ കുരുതിയുടെ ബാക്കി പത്രമാണിത്. 3/4 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കെ ഗസയിൽ ആകെയുള്ളത് വളരെ കുറഞ്ഞ ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രം. എന്നാൽ ദുരിതത്തിലും വേദനയിലും മാത്രമല്ല അതിജീവനത്തിലും തങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഗസയിൽ UAE ഫീൽഡ് ആശുപത്രിയിലെ 100ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ. ഇതിനകം 61 പേർക്കാണ് ഇവിടെ കൃത്രിമ കൈകാലുകൾ ഘടിപ്പിച്ച് നൽകിയത്. ബദൽ ഉപകരണങ്ങൾ കൈമാറുക മാത്രമല്ല എല്ലാം അവസാനിക്കുന്നില്ലെന്ന പ്രതീക്ഷ കൂടിയാണ് ഇവർക്ക് ഫീൽഡ് ആശുപത്രി നൽകുന്നത്. ആരോഗ്യപരമായ പരിചരണത്തിനൊപ്പം മാനസിക പിൻബലം കൂടി പകർന്നേകുകയാണ് ആരോഗ്യ പ്രവർത്തകർ. ഡിസംബറിലാണ് ഗസയിൽ UAEയുടെ ഫീൽഡ് ആശുപത്രി തുറന്നത്. 200 ബെഡുകളുള്ള ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള 98 ആരോഗ്യ പ്രവർത്തകരാണുള്ളത്. ഇവരിൽ 25 പേർ വനിതകൾ. ഇതിനകം 1500-ലേറെ മേജർ മൈനർ ഓപ്പറേഷനുകളാണ് ഫീൽഡ് ആശുപത്രിയിൽ നടന്നത്. 18,000-ലേറെ പേർക്ക് ചികിത്സ ഉറപ്പാക്കാനും ഫീൽഡ് ആശുപത്രിക്കായി. വൻതോതിൽ മരുന്നുൽപ്പന്നങ്ങളാണ് ഫീൽഡ് ആശുപത്രി മുഖേന ഇതിനകം വിതരണം ചെയ്തതും. മീഡിയ 1 ദുബൈ. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് അവസാന ഗഡു പണമടയ്ക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തെരഞ്ഞെടുത്തിട്ടുള്ള പാക്കേജിന്റെ 40% അടയ്ക്കേണ്ടത്. ദുൽഹജ്ജ് 7 വരെ സീറ്റിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് രജിസ്ട്രേഷൻ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഭ്യന്തര തീർത്ഥാടകർക്ക് അവസാനത്തെ ഗഡു പണമടക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. തെരഞ്ഞെടുക്കുന്ന പാക്കേജുകൾക്ക് പരമാവധി 3 ഗഡുക്കളായി പണമടക്കാനായിരുന്നു മന്ത്രാലയം അനുവദിച്ചിരുന്നത്. ഇതനുസരിച്ച് ഹജ്ജ് കമ്പനികളിൽ സീറ്റ് റിസർവ് ചെയ്തവർ പാക്കേജിന്റെ ശേഷിക്കുന്ന 40% തുകയാണ് 3ാം ഗഡുവായി അടക്കേണ്ടത്. ഇவ்விധം പണം പൂർണ്ണമായി അടക്കുമ്പോൾ മാത്രമേ റിസർവേഷൻ ഉറപ്പാവുകയുള്ളൂവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റിസർവേഷൻ പോളിസി അനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഏതെങ്കിലും തീർത്ഥാടകർക്ക് ഹജ്ജ് പെർമിറ്റ് നിഷേധിച്ചാൽ ഇലക്ട്രോണിക് സേവന ഫീസ് ഇനത്തിൽ 67 റിയാൽ കുറച്ച് ബാക്കിയുള്ള മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ്. എന്നാൽ ഹജ്ജ് പെർമിറ്റ് പ്രിന്റ് ചെയ്തതിനു ശേഷം ഷവ്വാൽ 15 മുതൽ ദുൽഖഅദ അവസാനം വരെയുള്ള കാലയളവിൽ അപേക്ഷകൻ റിസർവേഷൻ റദ്ദാക്കിയാൽ പാക്കേജ് തുകയുടെ 10% കഴിച്ചുള്ള തുക മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. അതേസമയം ദുൽഹജ്ജ് മാസം തുടക്കം മുതൽ റിസർവേഷൻ നിർത്തലാക്കുന്നതുവരെയുള്ള കാലയളവിൽ ക്യാൻസൽ ചെയ്യുന്നവർക്ക് മുഴുവൻ തുകയും നഷ്ടമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് കമ്പനികളിലും സ്ഥാപനങ്ങളിലുമുള്ള സീറ്റുകളുടെ ലഭ്യതക്കനുസരിച്ച് ദുൽഹജ്ജ് 7 വരെ ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ തുടരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മീഡിയ 1 മക്ക. പുതിയ ദേശീയ പുനരുപയോഗ ഊർജ്ജ നയം പ്രഖ്യാപിച്ച ഖത്തർ. 2030ഓടെ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം 4 ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. കാർബൺ ബാഹിർഗമനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത്. ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷനാണ് പുതിയ ഊർജ്ജ നയം പ്രഖ്യാപിച്ചത്. 2024 മുതൽ 30 വരെ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സൗരോർജ്ജം ഉൾപ്പെടെയുള്ള സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കും. ഉൽപാദനം 4 ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. സൗരോർജ്ജ പദ്ധതികൾക്ക് ഏറെ സാധ്യതയുള്ള രാജ്യമാണ് ഖത്തർ. പ്രതിവർഷം 1 സ്ക്വയർ മീറ്ററിൽ നിന്ന് 2000 കിലോവാട്ട് വൈദ്യുതി വരെ ലഭ്യമാകുമെന്നാണ് കണക്ക്. ഇത് മുതലെടുത്ത് പെട്രോളിയം വസ്തുക്കളിൽ നിന്നുള്ള ഊർജ്ജോൽപാദനം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉൽപാദന ചെലവ് 15% കുറയ്ക്കുന്നതിനൊപ്പം കാർബൺ ബഹിർഗമനം ഗണ്യമായി കുറയ്ക്കാനും കഴിയും. നിലവിൽ പ്രകൃതിവാതകം അടിസ്ഥാനമാക്കിയുള്ള തെർമൽ പ്ലാന്റുകളാണ് ഖത്തറിന്റെ പ്രധാന വൈദ്യുതി സ്രോതസ്. സുസ്ഥിരതയും ക്ലീൻ എനർജിയും ലക്ഷ്യമാക്കിയാണ് സൗരോർജ്ജ പദ്ധതികളിലേക്കുള്ള മാറ്റം. അൽക്കർസ പദ്ധതി ഇതിൽ നിർണായകമായിരുന്നു. 10 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് അൽക്കർസ സൗരോർജ്ജ പദ്ധതി സ്ഥാപിച്ചത്. 800 മെഗാവാട്ടാണ് ശേഷി. കൂടുതൽ സൗരോർജ്ജ പദ്ധതികളിലൂടെ ആകെ വൈദ്യുത ഉൽപാദനത്തിന്റെ 30% സൗരോർജ്ജമാക്കി മാറ്റുമെന്ന് അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ഖത്തറിൽ
നടക്കുന്ന അണ്ടർ 23 ഏഷ്യൻ കപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. അബ്ദുള്ള ബിൻ ഖലീഫ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം സെമിയിൽ ജപ്പാൻ ഇറാഖിനെ നേരിടും. രാത്രി 8:30 ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയിക്കുന്നവർക്ക് പാരീസ് ഒളിമ്പിക്സിലേക്ക് പ്രവേശനം ഉറപ്പിക്കാം. ഗസയിൽ പരിക്കേറ്റ പുതിയ സംഘത്തെ ഖത്തറിലെത്തിച്ചു. 23ാമത്തെ ബാച്ചാണ് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി ഖത്തറിലെത്തിയത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരാണ് ചികിത്സയ്ക്കായി ഖത്തറിലെത്തിയത്. ഖത്തർ അമീരി എയർഫോഴ്സിന്റെ വിമാനത്തിൽ ദോഹയിലെത്തിയ ഇവരെ ഖത്തർ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ലുൽവ അൽ ഖാത്തറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നതോടെ 1500 പേരുടെ ചികിത്സയും 3000 അനാഥരെയും ഖത്തർ ഏറ്റെടുത്തിരുന്നു. ചികിത്സയ്ക്കായി ഇതിനോടകം തന്നെ 1500-ലേറെ പേരെ രാജ്യത്ത് എത്തിച്ചതായാണ് റിപ്പോർട്ട്. 23ാമത്തെ സംഘമാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ഇവർക്ക് പ്രത്യേക കേന്ദ്രം സജ്ജീകരിച്ചാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത്. മീഡിയ 1 ദോഹ. അറബ് പാർലമെന്റ് അവാർഡ് ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയ്ക്ക്. അറബ് മേഖലയിൽ വികസന രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അറബ് മേഖലയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വ്യക്തിപരമായി അർപ്പിച്ച നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. മേഖലയുടെ വളർച്ചയിൽ വഹിച്ച പങ്കിനും വർഷങ്ങളായി അർപ്പിച്ച സേവനത്തിനുമുള്ള ആദരമായാണ് പുരസ്കാരം സമ്മാനിച്ചത്. വികസന വിഷയങ്ങളിൽ ജനതയുടെ താൽപര്യങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നതാണ് ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രീതിയെന്നും വ്യക്തിത്വത്തിന്റെ ഈ സവിശേഷത പരിഗണിച്ചാണ് പാർലമെന്റേറിയൻ അല്ലാത്ത ഒരാൾക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതെന്നും അറബ് പാർലമെന്റ് അധ്യക്ഷൻ ആദിൽ അബ്ദുറഹ്മാൻ അൽ അസൂമി വ്യക്തമാക്കി. പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ തന്റെ നേട്ടം രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർക്ക് സമർപ്പിക്കുന്നതായി അറിയിച്ചു. അറബ് ലീഗ് ആസ്ഥാനത്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ബഹ്റൈൻ ആവിഷ്കരിച്ച പദ്ധതികൾ മികച്ച ഫലമുണ്ടാക്കിയതായും ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ 2050 രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗതിവേഗം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. വാർത്തയിലേക്ക്. ഖത്തറിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ എംബസി മീറ്റ് ദ അംബാസിഡർ ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. മെയ് 2 വ്യാഴാഴ്ച വൈകുന്നേരം 3 മണി മുതലാണ് പരിപാടി. അംബാസിഡർ വിപുൽ ഓപ്പൺ ഹൌസിന് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ സൗകര്യമുണ്ടായിരിക്കും. 3 മണി മുതൽ 5 മണി വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കുവൈത്തിൽ 1542 വാഹനാപകടങ്ങളും 23,744 നിയമലംഘനങ്ങളും രേഖപ്പെടുത്തി. ഏപ്രിൽ 20 മുതൽ 26 വരെയുള്ള കണക്കുകളാണ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത്. നിയമം ലംഘിച്ച 200 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി കുവൈത്തിലെ 6 ഗവർണറേറ്റുകളിലും ട്രാഫിക് പോലീസ് വിപുലമായ പ്രചാരണങ്ങളാണ് നടത്തുന്നത്. അധ്യാപികയും എഴുത്തുകാരിയുമായ സീനത്ത് സാജിദ് രചിച്ച കവിതാ സമാഹാരം ഒടുവിൽ എരിഞ്ഞ ഇലയുടെ പ്രകാശനം സംഘടിപ്പിച്ചു. ദമാമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രവിശ്യയിലെ വിവിധ മേഖലകളിലുള്ളവർ സംബന്ധിച്ചു. പ്രണയവും വിഷാദവും ആത്മീയതയും പ്രമേയമാക്കിയാണ് കവിതകൾ രചിച്ചിരിക്കുന്നത്. പ്രണയം, വിഷാദം, ആത്മീയത, മരണം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി രചിച്ച 61ഓളം കവിതകളുടെ സമാഹാരമാണ് ഒടുവിൽ എരിഞ്ഞ ഇല. അധ്യാപികയും പ്രവാസി എഴുത്തുകാരിയുമായ സീനത്ത് സാജിദ് രചിച്ച പുസ്തകത്തിന്റെ സൗദിതല പ്രകാശനം ദമാമിൽ സംഘടിപ്പിച്ചു. സിനിമാ നിർമ്മാതാവ് ജോളി ലോനപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിന്ധു ബിനു പുസ്തക പരിചയം നടത്തി. പ്രവിശ്യയിലെ വിവിധ മേഖലകളിലുള്ളവർ സംയുക്തമായി പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അവതാരിക എഴുതിയ പുസ്തകം കൂര ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാലിക് മക്ബൂൽ, PMA ഹാരിസ്, അഷ്റഫ് നൈദല്ലൂർ, ജേക്കബ് ഉദുബ്, ഷബീർ ചാത്തമംഗലം, ഷബ്ന നജീബ്, സുനില സലീം, അഡ്വക്കേറ്റ് ശിവഗംഗ ശിവപ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളായി. സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ, മാധ്യമരംഗത്തുള്ളവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാജിദ് ആറാട്ടുപുഴ, അമിത ബഷീർ, ഷനീബ് അബൂബക്കർ, മുഷാൽ തഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ബഹ്റൈനിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ICRFന്റെ ആഭിമുഖ്യത്തിൽ
സൽമാബാദിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300ഓളം തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ചടങ്ങിൽ സംസാരിച്ചു. തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്ററിൽ നിന്നുള്ള കുട്ടികൾ ഒമാനിൽ നടക്കുന്ന ഓട്ടിസം അവബോധ പരിപാടിയിൽ പങ്കാളികളാകും. ഒമാൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ചയാണ് ഓട്ടിസം അവബോധ പരിപാടി നടക്കുന്നത്. ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് ചാൻസലർ ഡോക്ടർ അലി ബിമാനിയുടെ ഔദ്യോഗിക ക്ഷണത്തെ തുടർന്നാണ് പരിപാടിയിൽ പങ്കെടുക്കുവാനായി ഡിഫറന്റ് ആർട്സ് സെന്ററിൽ നിന്നുള്ള കുട്ടികൾ എത്തിയിരിക്കുന്നത്. സെന്ററിലെ ക്രിസ്റ്റീൻ റോസ് ടോർജോ, റുക്സാന അൻവർ, വിഷ്ണു ആർ, ആർദ്ര അനിൽ, അപർണ സുരേഷ് എന്നീ ഭിന്നശേഷി കുട്ടികൾ പരിപാടിയിൽ മാജിക്, വയലിൻ, കീബോർഡ് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഒമാൻ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റിമാർ, ഗവൺമെന്റ് പ്രതിനിധികൾ, ഭിന്നശേഷി മേഖലയിലെ പ്രഗത്ഭർ എന്നിവർക്ക് മുൻപിൽ ഡിഫറന്റ് ആർട്സ് സെന്റർ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ബോധന മാതൃക അവതരിപ്പിക്കാൻ കിട്ടിയത് അപൂർവ അവസരമാണെന്ന് CAC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് മസ്കത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒമാനിലെ ഓട്ടിസം സെന്റർ ഡിഫറന്റ് ആർട്സ് സെന്റർ ടീം സന്ദർശിച്ചിരുന്നു. ഒമാൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തുന്നത് അഭിനന്ദനാർഹമാണെന്നും ഭാവിയിൽ ഒമാനിലെ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നത് ആലോചിക്കുമെന്നും ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. ലോകാരോഗ്യ സംഘടന നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, CAC കോർപ്പറേറ്റ് റിലേഷൻഷിപ്പ് സീനിയർ മാനേജർ മിനു അശോക്, ക്രിയേറ്റീവ് ഹെഡ് ഭരതരാജൻ, റജീന ജോസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 മസ്കത്ത്. വാർത്തയിലേക്ക്. ബഹ്റൈനിൽ ICFന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഓഫ് ഖുറാൻ കോഴ്സിന്റെ സൽമാബാദ് സെൻട്രൽ തല രജിസ്ട്രേഷൻ ആരംഭിച്ചു. അബ്ദുൾ റഹീം സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘത്തിൽ അബൂബക്കർ ലത്തീഫി രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചൊവ്വാഴ്ചകളിലും സൽമാബാദ് സുന്നി സെന്ററിലാണ് ക്ലാസുകൾ നടക്കുക. കുവൈത്തിൽ തൃശൂർ അസോസിയേഷൻ പൂരം 2024 എന്ന പേരിൽ എക്സിബിഷനും സംഘടിപ്പിച്ചു. ഹുദ അൽ അഹ്ലിയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബിജു കടവിൽ അധ്യക്ഷത വഹിച്ചു. പൂരം എക്സിബിഷന്റെ ഭാഗമായി നിരവധി സ്റ്റാളുകളും തട്ടുകടകളും പായസക്കടകളും ഫാൻസി കടകളും ഒരുക്കിയിരുന്നു. പ്രവാസി കലാകാരന്മാർ അവതരിപ്പിച്ച പഞ്ചവാദ്യമേളവും നാടൻ കലാരൂപങ്ങളും കാവടിയും ഘോഷയാത്രയും മുത്തുകുടയും ചടങ്ങിന് മിഴിവേകി. സെപ്റ്റം മ്യൂസിക് കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേള പൂരനഗരിയെ ആവേശഭരിതമാക്കി. ഷാർജയിൽ മഴക്കെടുതിയിൽപ്പെട്ടവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയവരെ ഷാർജ KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി ആദരിച്ചു. സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മാപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. മുജീബ് തൃക്കണ്ണാപുരം മുഖ്യാതിഥിയായി. ത്വയബ് ചേറ്റുവ, TB നസീർ, ചാക്കോ ഊളക്കാടൻ എന്നിവർ സംസാരിച്ചു. അബൂബക്കർ മടപ്പാട്ടിൽ നിന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ ഹക്കീം കരുവാടി മൊമന്റോ ഏറ്റുവാങ്ങി. മുഹസ്സിൽ മുഹമ്മദ്, നസറുദ്ദീൻ താജുദ്ദീൻ, മുഹമ്മദ് ആദിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി നോക്കാം കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 24 പൈസ, UAE ദിർഹം 22 രൂപ 71 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 91 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 83 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 52 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 93 പൈസ. ഇനി നോക്കാം വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില. ദുബായ് കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്.